നമ്മുടെ ഡയബറ്റിക് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫാറ്റി ലിവർ ഡിസീസ്. ഈ അടുത്ത് നമ്മൾ ഫാറ്റി ലിവർ ഡിസീസിൻ്റെ പേര് മാറ്റിയിട്ട് മെറ്റാബോളിക് അസോസിയേറ്റഡ് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നാക്കിയിട്ടുണ്ട്. കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതിൻ്റെ കോസ് എന്നുള്ളത് കൊണ്ട്. ഇതിലുണ്ടാകുന്നത് നമ്മുടെ ലിവർ സെൽസിലിടക്ക് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുകയും ലിവർ സെൽസിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കാതാവുകയും ചെയ്യുന്ന കണ്ടീഷനാണ്. അതിന് സ്റ്റേറ്റോസിസ് എന്ന് പറയും. അത് സ്ലോലി പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ സിറോസിസും ലിവർ ഫെയിലിയറും വരെ സംഭവിക്കാം. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഫുഡാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ഹൈ ഷുഗർ ഡയറ്റിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുകയും ഫ്രൈഡ് ഐറ്റംസും അതുപോലെ ഹൈ കാലറി ഉള്ള ഈ കോൺ സിറപ്പ് അടങ്ങിയ ഫുഡ് പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള വെയ്റ്റിൻ്റെ 10% വെയിറ്റ് കുറക്കുക. 80 കിലോ വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഒരു 8 കിലോ കുറക്കുക. സോ ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്. ശരിയായ ഭക്ഷണക്രമം, ശരിയായ എക്സസൈസ്, ശരിയായ ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും അതാണ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.